ഒരു കാർ ഇടിക്കുന്നു. ഉടനെ ഇടിച്ച ഭാഗം പൊടിഞ്ഞ് പപ്പടമാകും. പറയാൻ നല്ല എളുപ്പമാണ്. എന്നാൽ ഇത് ഇടിക്കുമ്പോൾ പൊടിയുന്ന രീതി എഞ്ചിനീയറിംഗിലൂടെ ചിന്തിച്ച് ഡിസൈൻ ചെയ്യണം. ഈ വീഡിയോയിൽ പറയുന്നത് ക്രംബിൾ സോണിനെ പറ്റിയാണ്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതിനാൽ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ കാണുക. മലയാളത്തിൽ ക്രംബിൾ സോൺ എന്ന വാക്കിന്റെ അർത്ഥം തകരുന്ന മേഖല, പൊടിയുന്ന മേഖല എന്നിങ്ങനെയാണ്. ഓരോ കാറിനും അതിന്റെ നിർമ്മാതാവ് ക്രംബിൾ സോൺ കൊടുക്കുന്ന രീതി പലതാണ്. ചിലത് ഇടിച്ച് ചുളുങ്ങും, മറ്റു ചിലത് ഇടിക്കുമ്പോൾ പൊളിയും, മറ്റേത് ഇടിക്കുമ്പോൾ പൊളിഞ്ഞു പോകും, ചിലത് പൊട്ടിപ്പോകും, ചിലത് പൊടിഞ്ഞു പോകും, ചിലത് അകത്തേക്ക് ചുരുങ്ങിക്കയറും. ഇങ്ങനെ പലതാണ്. ഫോഴ്സ് എന്നത് മാസ് ഇൻടു ആക്സിലറേഷൻ ആണ്. വെയിറ്റ് അല്ലെങ്കിൽ സ്പീഡ് കൂടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സും കൂടും. ഒരു ആവറേജ് വെയിറ്റ് ഉള്ള ഒരു കാർ 60 km/h വന്ന് ഇടിക്കുമ്പോൾ ഉണ്ടാവുന്ന ജി ഫോഴ്സ് അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് വളരെ വലുതാണ്. ഇതിൽ ജി ഫോഴ്സ് എന്ന് പറയുന്നത് വേഗത്തിൽ പോകുന്ന ഒരു വസ്തുവിൽ ഉണ്ടാവുന്ന ഫോഴ്സാണ്. അപ്പോൾ ഫോഴ്സ് കുറയ്ക്കാൻ ഒന്നെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം. അത് ഒരു പരിധിയിൽ കൂടുതൽ കുറച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളുണ്ടാവും. എങ്കിലും ഒരു വാഹന നിർമ്മാതാവ് പറ്റുന്നത്ര വെയിറ്റ് കുറയ്ക്കും. പിന്നെ കുറയ്ക്കാൻ പറ്റുന്നത് ഡീസലറേഷൻ ആണ്. അപ്പോൾ ഡീസലറേഷൻ കുറയ്ക്കണമെങ്കിൽ ഇടിക്കുന്നത് എവിടെയാണോ ആ ഭാഗം സോഫ്റ്റ് ആക്കണം. ഒരു കാറ് എവിടെ വേണമെങ്കിലും ഇടിക്കാം. അതിനാൽ അത് സോഫ്റ്റ് ആക്കാൻ പറ്റില്ല, ഇടിക്കുന്ന ഭാഗം. പിന്നെ പറ്റുന്നത് കാറിന്റെ ഇടിക്കുന്ന ഏറ്റവും പുറമേയുള്ള ഭാഗം സോഫ്റ്റ് ആക്കി എടുക്കണം. കാറ് മെയിൻ ആയിട്ട് ഫ്രണ്ടും ബാക്കുമാണ് ഇടിക്കുന്നത്. അപ്പോൾ കാർ നിർമ്മാതാക്കൾ ആ കാർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടിൽ മുൻഭാഗം തുടങ്ങുന്നത് മുതൽ എ പില്ലർ വരെയുള്ള ഭാഗം ഇടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തകരുന്നത് പോലെ ഡിസൈൻ ചെയ്യും. അപ്പോൾ ഇടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഡീസലറേഷൻ ടൈം കൂട്ടും. അപ്പോൾ ഫോഴ്സ് കുറയും. അങ്ങനെയാണ് ക്രംബിൾ സോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ കാർ ഇടിച്ചാലും അതിന്റെ ആഹ്ലാദം അകത്തിരിക്കുന്നവർക്ക് കുറവായിരിക്കും അനുഭവപ്പെടുന്നത്, കാർ ഇടിക്കുന്നതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ക്രംബിൾ സോൺ ഫ്രണ്ട് മുതൽ എ പില്ലർ വരെയാണ്. അതുപോലെ പിന്നിലും ഏറ്റവും ബാക്ക് മുതൽ ഏറ്റവും അവസാനത്തെ പില്ലർ വരെയുമാണ്. ക്രംബിൾ സോൺ കൂടുതലുള്ള കാറിൽ ഇരിക്കുന്നത് ആളുകൾക്ക് അത് ഇല്ലാത്ത കാറിനെക്കാളും ഇടിക്കുമ്പോൾ പരിക്ക് പറ്റുന്നത് സാധ്യത കുറവാണ്. അതായത് ഏത് കാറിലാണ് ക്രംബിൾ സോൺ കൂടുതലുള്ളത് ആ കാർ ഇടിക്കുമ്പോൾ ക്രംബിൾ സോൺ കുറവുള്ള കാറിനേക്കാളും പരിക്ക് പറ്റാനുള്ള ഒരു ശതമാനം കുറവാണ്. അപ്പോൾ ഇടിയുടെ ഫോഴ്സ് കുറയണമെങ്കിൽ ഫ്രണ്ടും ബാക്കിലുമുള്ള ചില ഭാഗങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കുന്നത്. അതുപോലെ ക്രംബിൾ സോൺ ഡിസൈൻ ചെയ്തത് ഈ ഐഡിയ ആദ്യമായി കൊണ്ടുവന്നത് മെർസിഡീസ് ബെൻസ് ആണ്. ഇടിക്കുമ്പോൾ ഇടി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇടിക്കുന്ന ഭാഗം പെട്ടെന്ന് ചളുങ്ങാൻ ഒരു കാരണം ക്രംബിൾ സോൺ ആണ്. ഇത് സിമ്പിളായി മനസ്സിലാക്കാൻ നിങ്ങളുടെ കൈ ഒന്ന് ഭിത്തിയിലോ നിലത്തോ ഇടിക്കുക. അതിനുശേഷം ആ കൈയിൽ ഒരു തുണിയോ അല്ലെങ്കിൽ പഞ്ഞി പോലുള്ള എന്തെങ്കിലും നന്നായി ചുറ്റിയതിനു ശേഷം നേരത്തെ ഇടിച്ചത് എവിടെയാണോ അവിടെ തന്നെ ഒന്നും കൂടി ഇടിക്കുക. അപ്പോൾ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. ക്രംബിൾ സോൺ നിർമ്മിക്കുമ്പോൾ ക്രംബിൾ സോൺ സോഫ്റ്റ് ആയിട്ടും പാസഞ്ചർ ക്യാബിൻ ഹാർഡ് ആയിട്ടുമാണ് നിർമ്മിക്കുന്നത്. ക്രംബിൾ സോൺ ഉപയോഗിച്ച് കാറിന്റെ ഡീസലറേഷൻ ടൈം കൂട്ടി. എങ്കിലും അകത്തുള്ള പാസഞ്ചർ ആ ഫോഴ്സിൽ തെറിച്ചു പോകും. അപ്പോൾ പാസഞ്ചേഴ്സിന്റെ ഡീസലറേഷൻ ടൈം കൂട്ടി സേഫ് ആയിട്ട് ലോഞ്ച് ചെയ്യാനാണ് സീറ്റ് ബെൽറ്റും എയർ ബാഗും ഉപയോഗിക്കുന്നത്. എപ്പോൾ വാഹനം ഓടിക്കുന്നോ അപ്പോഴെല്ലാം സീറ്റ് ബെൽറ്റും ഇടുക. ബൈക്ക് ഓടിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സേഫ്റ്റി ഗിയറും ഉപയോഗിക്കുക. സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റു വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക.
Mientras pueden pasar a ver los daños, vamos a describir. El pretensor, se activó el pretensor. La toma.